ഒരുപാട് സിനിമാ മോഹങ്ങളുമായി മദ്രാസിലേക്ക് വണ്ടി കയറിയ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ ഒരു കൂട്ടം കൂട്ടുകാരുണ്ട് നമ്മുടെ കൂടെ. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ആദിത്യ ബേബി. കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമയുടെ സംവിധായികയാണ് ഞാൻ. നമ്മുടെ ക്രൂ ആണ് ഇത് മൊത്തം. ഇവരെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇത് നമ്മുടെ സിനിമയുടെ റൈറ്ററാണ് ശരത് കുമാർ ആണ് ഞങ്ങളുടെ ബലം. ഇപ്പോൾ ഞാൻ ഡ്രാമ സ്കൂളിൽ വന്ന് ശരത്തിനെ പരിചയപ്പെടുന്ന വഴിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമയിലുള്ള ഒരു വഴി തുറന്ന് കിട്ടിയത്. അപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ശരത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശ്യാമും സന്തോഷും. ഇത് സന്തോഷാണ് നമ്മുടെ സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്. പിന്നെ അമലും നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. നമ്മുടെ നമ്മുടെ വർക്കിലുണ്ടായിരുന്നു. പിന്നെ സുബ്രഹ്മണ്യനാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. പിന്നെ ഗായത്രിയാണ് നമ്മുടെ സിനിമയുടെ ലീഡ് ആക്ട്രസ്. ഗായത്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഗായത്രി എൻ്റെ ഒപ്പമാണ് പഠിക്കുന്നത്. പിന്നെ ഗൗതം നമ്മുടെ സിനിമയുടെ എഡിറ്റിങ്ങും DAയും ഗൗതമാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇതാണ് ഞങ്ങളുടെ മുഴുവൻ സിനിമയുടെ ഒരു മുഴുവൻ ടീമില്ല, എന്നാലും ഒരു കോർ ടീം. ഇതിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. ഹൈപ്പർ സെക്ഷലായിട്ടുള്ള 2 യുവാക്കളെ പറ്റിയും അവരുടെ ലോകവും അതിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയും അനന്ത സംഭവങ്ങളുമാണ് കഥയുടെ പ്രമേയം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ റൈറ്റർ സംസാരിക്കും. 8 വർഷത്തെ സൗഹൃദത്തിൻ്റെ ഒരു കനാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ IFFK കഴിഞ്ഞിട്ട് പോയപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ പാരലായിട്ട് ഒരുപാട് സിനിമാ ചർച്ചകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആദ്യം ഒരു പത്ര കട്ടിങ് ആയിട്ട് വരുന്നത്. പത്ര കട്ടിങ് അല്ല, അതൊരു വാട്സപ്പ് ഇമേജ് ആയിരുന്നു അത്. അപ്പോൾ അതിലെന്താണെങ്കിലും ഒരു പശുവിനൊരാൾ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലുള്ള പത്ര കട്ടിങ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് മുന്നേ കേട്ടിട്ടുണ്ട്, നമ്മൾ തമാശ രൂപേണ പലരും പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്നിട്ട് നമ്മളോട് ചോദിക്കും, നമുക്ക് ഈ തരത്തിലൊരു സിനിമ എടുത്താലോ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചത് കുറച്ചുകൂടി വൾഗറായിട്ടുള്ള ഒരു ഇമേജാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആളുകൾ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അതെങ്ങനെ പറയാം എന്നുള്ളൊരു ആലോചന വന്നു. നമ്മുടെ ചുറ്റും ഇപ്പോൾ ഒരു മൃഗത്തിന് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിനപ്പുറത്ത് മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഭീകരമായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. നമ്മുടെ ടീം മൊത്തം ഒരു 30 വയസ്സിന് ചോടുള്ള ആൾക്കാരാണ് എല്ലാവരും. അതിൽ അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം മാത്രമാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 36 പറഞ്ഞ പോലെ നമ്മൾ ചെസ്സ് കളിക്കാനല്ല വന്നത്, ഒറ്റയ്ക്ക് ഇത് നടക്കില്ല. ഇത് ടീമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും നിൽക്കുമ്പോഴാണ് അത് ബലം. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് അത്. IFFKയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ കൊല്ലമാണ് IFFKയിൽ വരുന്നത്. ആദ്യ കൊല്ലം നമ്മൾ നീലമുടി പറഞ്ഞിട്ടുള്ളൊരു സിനിമയായിട്ടാണ് വന്നത്. ഇതും മിക്കവാറും IFFKയിൽ തന്നെ ഒതുങ്ങി പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ വേദിക്ക് അപ്പുറത്ത് ഒരു വേദി കാണിച്ചു തരാൻ നമുക്ക് നല്ല ആൾക്കാരൊന്നും ഇല്ല നമ്മുടെ കൂടെ. നമ്മുടെ ഒരു ആലോചന എന്താണെങ്കിൽ ഈ സിനിമ നീലമുടി പോലെ ആവരുത്, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തണം, കൂടുതൽ ആളുകൾ ഇത് കാണണം, സംസാരിക്കണം എന്നുള്ളതാണ്. ഇതിൽ നക്ഷത്ര എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോ ആക്ടേഴ്സ് എന്ന് പറയുന്നതും നമുക്ക് പരിചയമുള്ള നമ്മുടെ ടീമിൽ തന്നെയുള്ള കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഡ്രാമ സ്കൂളിൽ. അപ്പോൾ അവരെ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കോ ആക്ടർ എന്നൊരു സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു കംഫർട്ടിൽ പുറത്തു നിന്ന് ചെയ്ത ഒരു സമയമായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് സമയമെല്ലാം. നമ്മൾ ഈ സിനിമ ചിത്രീകരിച്ചത് iPhone 14 Proയിലാണ്. ഐഫോണിൽ ചിത്രീകരിക്കുന്നതിനുള്ള സ്പെഷ്യാലിറ്റി അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗിമിക്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബേസിക്കലി നമുക്കിത് സിനിമ ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്കപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് മീഡിയത്തിലാണ് ചെയ്യാൻ പറ്റുക, അപ്പോൾ നമ്മുടെ അടുത്തുള്ള സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എന്നുള്ളത് iPhone 14 ആയിരുന്നു. അത് ഇന്ന ഐഫോൺ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എടുത്തുള്ള സാധനം വെച്ച് ന്യൂ ഏജ് ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതാണല്ലോ. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് എങ്ങനെ നമുക്ക് ഒരു കഥ പറയാമെന്നുള്ള ഒരു സാധ്യത നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരാളടുത്തുള്ള ഐഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐഫോണിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള ചിന്ത വരുന്നു. പിന്നെ ഐഫോണിലാണ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ എഡിറ്ററാണ്, കളറിസ്റ്റാണ്. അപ്പോൾ എൻ്റെ എന്നുള്ള കുറേ ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നു. നമുക്കിത് എങ്ങനെ ബെസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാം. എന്തായാലും നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ തിയേറ്ററിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, എസ്പെഷ്യലി IFFK പോലത്തെ വേദിയിൽ ബെസ്റ്റ് തിയേറ്ററിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഐഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ പ്രിവ്യൂ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ IFFK നമ്മുടെ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഐഫോണിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ കണ്ടിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐഫോണിൽ സിനിമ എന്നുള്ളത് പോസിബിളാണ്, തിയേറ്ററിൽ കാണിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഐഫോണിൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളതിൻ്റെ റിസർച്ച് നടത്തി. ഐഫോണിൽ മുന്നേ ചെയ്ത സിനിമകൾ നമ്മൾ അന്വേഷിച്ചു.
പക്ഷേ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഐഫോണിലാണ് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും പല സിനിമകളും മുന്നേ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്. ക്യാമറ ഐഫോൺ ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ റിഗ് ആണെങ്കിലും അതിൻ്റെ ലെൻസ് ആണെങ്കിലും ഫിൽറ്റേഴ്സ് ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും അത് ചിലപ്പോൾ ക്യാമറയേക്കാൾ വരെയുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അങ്ങനെ ഒന്നും എക്സ്പെൻസ് ഇല്ല. നമ്മൾ ഒരു ക്യാമറ ഒരു ട്രൈപോഡ് അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. മൊത്തത്തിൽ ഭയങ്കര ബഡ്ജറ്റ് വരുന്നൊരു സംഭവമാണ്. നമുക്കത് മൊത്തത്തിലൊരു ഈ ടീമിൻ്റെ വർക്ക് കൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റിയത്. പൈസ ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പടം പിടിക്കാതിരിക്കില്ല. നമ്മുടെ ഡ്രീം അതാണ്, അത് ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ക്വാണ്ടം തിയറി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഒരു 3 കൊല്ലം മുന്നേ ഇറങ്ങിയത്. അതിൽ അമലിൻ്റെ ബൈക്ക് പണയം വെച്ചിട്ടാണ് നമ്മൾ ആ ഷോർട്ട് ഫിലിം എടുത്തത്. എന്നിട്ട് ആ ഷോർട്ട് ഫിലിമിന് ശേഷം നമ്മൾ ആ ബൈക്ക് തിരിച്ചെടുക്കുകയും ഇത്തവണത്തെ സിനിമയിൽ ആ ബൈക്ക് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിന് മുന്നേ IDSFK കോണ്ടന്റ് തിയറി ഷോർട്ട് ഫിലിം സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് നീലമുടി സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഈ വർഷം കുപ്പിഡ് സോ ദ സ്റ്റാർ സെലക്ഷൻ കിട്ടിയപ്പോൾ തന്നെ IFFK വല്ല ജോലി കിട്ടും അങ്ങനത്തെ ഒരു സംസാരമൊക്കെ ഉണ്ടായി വീട്ടിൽ. പിന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചെറുപ്പക്കാരായ ആൾക്കാർ പെട്ടെന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഡൗട്ടും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ IFFK വേദി ഒന്ന് അതിൽ സെലക്ഷനോ അതിൽ സ്ക്രീനിങ് കിട്ടുമ്പോൾ അവർക്ക് കുറച്ചും കൂടിയും സന്തോഷവും അവർക്ക് അഭിമാനം കിട്ടുന്നുണ്ട്. എൻ്റെ പേരൻസ് ഈ പടം കാണാൻ വന്നിരുന്നു. കാമദേവൻ നക്ഷത്രം കണ്ടെന്ന സിനിമയുടെ കണ്ടന്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് അപ്പം നമ്മൾ മേക്ക് ചെയ്ത രീതിയും കുറച്ച് റോയായിട്ടും അങ്ങനത്തെ ഒരു തരത്തിലാണ്. അപ്പോൾ പേരൻസ് വന്നപ്പോൾ അവർക്ക് കണ്ടപ്പം അതാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം. അവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. കാരണം അവർ കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ളവരാണ്, കുറച്ച് കൺവെൻഷൻ ആയിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവർ ഈ സിനിമ എടുക്കുക എന്നുള്ള ഒരു ആശങ്ക ഭയങ്കര ഭീകരമായിരുന്നു. പക്ഷെ അവർ കണ്ടിട്ട് അവർ വളരെ നല്ലൊരു അഭിപ്രായം പറയുകയും അതിന് അവർക്ക് തോന്നിയ കാര്യങ്ങൾ ഒരു ഫീഡ്ബാക്ക് തരികയും ചെയ്തു. അപ്പോൾ അത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം തോന്നി. കാമദേവൻ്റെ പോസ്റ്ററും പരിപാടികളൊക്കെ ചെയ്തത് ഞാനാണ്. ഈ പടം കണ്ട് ഇവരൊക്കെ പെർഫോമൻസിനകത്ത് പല ഭാഗങ്ങളിലും നമ്മളങ്ങ് ഇമ്പ്രസ്സായി പോയതാണ്. അപ്പോൾ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള എലമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് സിനിമയിൽ നിന്ന് ഇവരെ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലം അതിന് മേലെ തന്നെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു മെമ്മറി നിൽക്കുന്നൊരു സാധനമായിരുന്നു അത്. ഭാവി പരിപാടി സിനിമ തന്നെയാണ്. ഇനി അടുത്ത IFFKയിലും നമ്മുടെ സിനിമ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. അത് IFFKയിൽ മാത്രം നിൽക്കാതെ എല്ലാ ആളുകളിലേക്കും അത് എത്തിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ ഒരു നാട്ടിൻപുറത്താണ് വരുന്നത്, കൊന്നക്കാട് എന്ന് പറയും. അപ്പോൾ അവിടുന്ന് ഭയങ്കര സ്ട്രഗിളായിരുന്നു. കാരണം അവിടെ ഞാൻ വളർന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിലൊക്കെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്വപ്നം കാണുന്നതിനും അത് പ്രകടിപ്പിക്കുന്നതിനും ഭയങ്കര പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനീ ഇങ്ങനെ ഒരു മേഖലയിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യുകയാണ്, അതിന് വേണ്ടി പോവുകയാണെന്നൊക്കെ പറയുമ്പം എന്നെ കളിയാക്കിയ പല ആൾക്കാരും ഉണ്ട്. അവരെന്നിപ്പോൾ വന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയും പുതിയ വർക്കുകളെ പറ്റി ചോദിക്കുകയും ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആക്ടിങ്ങിലാണ്. ഇത്രയും കാലം ചെയ്തു വന്നതും ആക്ടിങ്ങാണ്. ഇപ്പം തിയേറ്ററിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ആക്ടിങ്ങാണ് ചെയ്തു വന്നത്. അപ്പം സംവിധാനം ചെയ്യണമെന്നുള്ളൊരു താല്പര്യത്തിലാണ് ഇത്രയൊരു വിഷയം കിട്ടിയപ്പം അതിനെ ആ ഒരു താല്പര്യത്തിലാണ് അപ്രോച്ച് ചെയ്തത്. എന്നുവെച്ചാൽ ഞാൻ ഇനി സംവിധാനത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ സിനിമയിൽ മാത്രമല്ല, നാടകവും ചെയ്യും, സിനിമയും ചെയ്യും, സംവിധാനം ചെയ്യും, അഭിനയിക്കും. അതങ്ങനെ തന്നെ തുടർന്നു പോകാൻ തന്നെയാണ്.